ഇസ്ലാം മതവിശ്വാസികൾ ഏത് നാട്ടിൽ ജീവിക്കുകയാണ് എങ്കിലും ആ നാട്ടിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെയും അവിടുത്തെ നിയമത്തെയും പൂർണ്ണമായി അനുസരിക്കൽ അവർക്ക് നിർബന്ധിത ബാധ്യതയാണ്. ഇസ്ലാം മതപരമായ കടമയാണത്. അവിടെ ഏതൊരു വിധത്തിലും ഗവൺമെന്റിനെതിരായി ഗവൺമെന്റ് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പം ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ നിയമം അനുസരിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാം, ഏത് പാർട്ടിയെയും അധികാരത്തിലേറ്റാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷെ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ പിന്നെ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ അംഗീകരിച്ച ഭൂരിപക്ഷ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ സർവാത്മന സ്വീകരിക്കലും നാട്ടിലെ നിയമം മുഴുവൻ അംഗീകരിക്കലും ഇസ്ലാമിന് നിർബന്ധ ബാധ്യതയാണ്. ഇനി ഈ ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും വിപരീത ഫലം മതപരമായ വിശ്വാസത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ നമുക്ക് വരികയാണ് എങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ചുള്ള വ്യവസ്ഥാപിത മാർഗങ്ങൾ സ്വീകരിക്കാം. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് സമരമൊക്കെ ചെയ്യാം, അത് കഴിഞ്ഞാൽ പിന്നെ കോടതിയിൽ പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിം മതവിശ്വാസികളും ആ നാട്ടിലെ നിയമവും അവിടുത്തെ ഗവൺമെൻറ്റിനെയും അംഗീകരിക്കൽ അവർക്ക് നിർബന്ധമാണ്.